ഹലോ ഗേസ് ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമാണ്. റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. നിങ്ങൾ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ സ്പോർട്സ് റിലേറ്റഡ് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലാണ് ഇനി മുതൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ നോക്കുകയാണെങ്കിൽ ഈ സ്പോർട്സ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്ത 10 ലക്ഷം രൂപയുടെ BGMI ടൂർണമെന്റിന്റെ ക്ലോസ്ഡ് ക്വാളിഫയേഴ്സ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻവൈറ്റഡ് ടീംസുകളും ക്വാളിഫൈഡ് ടീംസുകളും തമ്മിലുള്ള മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഗ്രൂപ്പ് എയുടെ മത്സരങ്ങൾ നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചു. നമ്മളെ മലയാളി ടീമായുള്ള ഒബേ ഇ സ്പോർട്സ് ഇതിൽ കളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. മലയാളി പ്ലേയേഴ്സ് തന്നെയാണ് ഈ ഒരു ടീമിലും കളിക്കുന്നത്. അങ്ങനെ ഇന്നലെ ഇവർക്ക് 6 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. കാർപ്പേഡിയം ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിലേക്ക് എത്തി 109 പോയിന്റായിട്ട്. സെക്കൻഡ് മോഗോ എത്തി 66 പോയിന്റോടെ. 8 ബിറ്റ് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് 30 പോയിന്റായിട്ട്. ഈ ഒരു ടോപ്പ് 8 ടീംസുകളാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒബേ ഇ സ്പോർട്സ് 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് 27 പോയിന്റായിട്ട്. 3 പോയിന്റിന്റെ ഡിഫറൻസിൽ ഒബേ ഇ സ്പോർട്സ് ഇതിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള T1 ടീമുകളും ക്വാളിഫൈ ആയ ടീമുകളുടെയും മത്സരങ്ങൾ നമുക്ക് ഇന്നും നാളേക്കായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതാ ഈ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്ത മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ലൈനപ്പ് ചേഞ്ചുകൾ തന്നെയാണ്. നമ്മളെ ലിംറ ഇ സ്പോർട്സ് ഇത് അവരുടെ BGMI ലൈനപ്പിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു പ്ലേയേഴ്സ് ഏത് ഓർഗിലേക്കാവും പോകാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുപോലെ തന്നെ നമ്മളെ ഒമേഗ WSBയിലൊക്കെ ഉണ്ടായിരുന്ന ഒമേഗ പുതിയൊരു ലൈനപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അവരും പുതിയൊരു ഓർഗ് തേടി നടക്കുകയാണ്. പുതിയ ഓർഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അവരുടെയും അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ഗോൾഡിൽ ഉണ്ടായിരുന്ന ജെല്ലിയും ഇതാ പുതിയൊരു ടീം സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. നമുക്കറിയാം ഇതുവരെ ജെല്ലി ഗോൾഡിൽ ബെഞ്ചായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയൊരു ടീമും സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളെ ഇ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞുള്ള ഇവന്റ് ടീം ജെല്ലി എന്ന പേരിൽ ജെല്ലി കളിക്കുന്നുണ്ട്. പറഞ്ഞോടത്തോളം TSWയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന നിൻസെ സാം അതേപോലെ തന്നെ കൈലമാവ് തുടങ്ങിയിട്ടുള്ളവരായിരിക്കും ജെല്ലിയുടെ ടീമിൽ കളിക്കാൻ പോകുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങൾ അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ മെഡൽ ഇ സ്പോർട്സിൽ അവർ എൻകോറിനെയും ടോപ്പ് ഡോഗിനെയും റിലീസ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ഓൾഡ് അല്ലെങ്കിൽ പഴയ OG പ്ലേയേഴ്സ് ആയിരുന്നു എൻകോറും ടോപ്പ് ഡോഗും. ഇപ്പോൾ അവരെയും റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവർ ഏത് ടീമിലേക്കാവും പോകുക, അതേപോലെ മെഡൽ ഇ സ്പോർട്സ് ഏത് പ്ലേയേഴ്സിനെ എടുക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ചേഞ്ചസ് എന്ന് പറയുന്നത് ഗോൾ ലൈക്കിൽ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പങ്കിനോട് ചോദിച്ചപ്പോൾ പങ്ക് ഇപ്പോൾ കറന്റ് പറഞ്ഞത് ഇപ്പോൾ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. ഇനി ലൈനപ്പിൽ ചേഞ്ച് വന്ന ടീം വീണ്ടും ബിൽഡ് ചെയ്യാനും കാര്യങ്ങളും വീണ്ടും റിസ്ക് ആയിരിക്കും. ഇപ്പോൾ നല്ലൊരു കോൺഫിഡൻസിലാണ് പ്ലേയേഴ്സ് പോകുന്നത്. ആ ഒരു രീതിയിൽ തന്നെ പോകട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത് പങ്കിന്റെ ഒരു ലാസ്റ്റ് ഡാൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് ടൂർണമെന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ട്രൈ ആണെന്നുള്ള രീതിയിൽ ഇപ്പൊ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതും ലൈവിൽ പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂ, ഫാമിലി കാര്യങ്ങൾ അങ്ങനത്തെ രീതിയിലുണ്ട്. അതുകൊണ്ട് മേ ബി ചിലപ്പോൾ ഫ്യൂച്ചറിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ഇനി വരുന്ന ടൂർണമെന്റിന്റെ ലാസ്റ്റ് ഡാൻസ് എന്നുള്ള രീതിയിൽ പങ്ക് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇനി ഗോൾഡിലും വൻ ചേഞ്ചസുകൾ ഫ്യൂച്ചറിൽ വരുമോ ഇല്ല എന്നുള്ളത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന BGMIയുടെ ആദ്യത്തെ റോഡ് മാപ്പ് 2025 റോഡ് മാപ്പ് ഈ ഒരു വർഷം ഡിസംബറിൽ വരും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ 2025 റോഡ് മാപ്പ് വന്നാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇന്റർനാഷണൽ ഇവന്റുകൾ 2025 ഉണ്ടോ, എത്രത്തോളം ഒഫീഷ്യൽ ഇവന്റുകൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും BGMIയിൽ റോഡ് മാപ്പും വരുന്നത്. നമുക്ക് എന്തായാലും ഡിസംബർ വരെ വെയിറ്റ് ചെയ്യാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൗട്ട് അവരുടെ ബയോയിൽ നിന്നും SA12 ആ ഒരു ഇത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ SA12 നിന്ന് ലെഫ്റ്റ് ആവുമോ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വൻ ചർച്ചകളാണ് ട്വിറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗോൾഡി ബൈയുടെയും സ്കൗട്ടിൻ്റെയും 2 ട്വീറ്റുകൾ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ആദ്യം ഗോൾഡി ബൈയുടെ ട്വീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഗോൾഡി ബൈ പറയുന്നത് എന്താണോ നടക്കാൻ പോകുന്നത് എല്ലാം നല്ലതിനാണ് നടക്കാൻ പോകുന്നത്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ കച്ചറയോ കാര്യങ്ങളോ ആ ഒരു രീതിയിലല്ല ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു ഗോൾഡി ബൈയുടെ ട്വീറ്റ് ഉണ്ടായിരുന്നത്. അതിന് താഴെയായിട്ട് ഒരു ഫാനിന്റെ റിപ്ലൈ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര രീതിയിൽ വിഷമമുണ്ട്. ഇനിയിപ്പോൾ സ്കൗട്ട് ലൈവിൽ വരും, ഞങ്ങൾ SA2 ലെഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വരും. അത് പക്ഷേ ഞങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഈ ഒരു ഫാൻസ് എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഫാൻസാണ്. അപ്പോൾ അവരുടെ റിപ്ലൈ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനും ഗോൾഡി ബൈ റിപ്ലൈ ആയിട്ട് ആ ഒരു ട്വീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് സ്കൗട്ടിന്റെ ഒരു ട്വീറ്റും കാണാനായിട്ട് സാധിച്ചു. സ്കൗട്ട് ഇപ്പോൾ ഇന്ത്യയിലില്ല, ഒരു ദിവസത്തിന് ശേഷം ഇന്ത്യയിൽ വരും, എന്നിട്ട് ലൈവിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചർച്ച ചെയ്യുന്നതായിരിക്കും സ്കൗട്ടിന്റെ ട്വീറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത്തെ ട്വീറ്റിൽ പറയുന്നത് ബുദ്ധി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു ലൈനപ്പും ഒരു ഓർഗും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മന്ത്ലി എത്രത്തോളം എക്സ്പെൻസ് ആണ് ഒരു ഓർഗിന് വരുന്നത്, വെറും ഇമോഷൻ കൊണ്ട് വീട് മുന്നോട്ട് പോവില്ല. ആ ഒരു രീതിയിലാണ് നമുക്ക് SA12 അല്ലെങ്കിൽ സ്കൗട്ടിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ട്വീറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് SA12 നിന്നും
സ്കൗട്ട് ഇറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ എന്തോ വലിയ രീതിയിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഹിന്റാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സ്കൗട്ട് ലൈവിൽ വന്നിട്ട് ഇത് പറയുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ ടീം എക്സ്പാർക്കും റെവനന്റും തമ്മിലുള്ള ഒരു കൊളാബും നടക്കാൻ പോകുന്നു എന്നുള്ള റൂമേഴ്സ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്കൗട്ട് ചിലപ്പോൾ SA2വിൽ നിന്ന് ഇറങ്ങി TXAൻ്റെ RNTയുടെ ഓണർ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മാറാനുള്ള ആ ഒരു ഇതായിരിക്കാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ദ ഫൈനൽസ് എന്ന് പറഞ്ഞുള്ള PC ഗെയിമിന്റെ ഒരു ലീഗ് ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ മെന്നിയൊക്കെ അതിന്റെ ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലീഗ് അവസാനിച്ചു. റെഡ് പാരസൈറ്റിന്റെ ബാംഗ്ലൂർ ടീമാണ് ഇതിന്റെ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് എത്തിയത് സ്കൗട്ടിന്റെ ടീം അഹമ്മദാബാദുമാണ്. ദ ഫൈനൽസ് എന്ന് പറഞ്ഞ PC ഗെയിം ഇപ്പോൾ ഇന്ത്യയിൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടൂർണമെന്റുകളും അതേ കോമ്പറ്റീറ്റീവ് ലെവലിൽ അവർ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ കേരളത്തിലെ സ്ട്രീമേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമും കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ PCയിലും കോമ്പറ്റേറ്റീവ് ലെവലിൽ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഗെയിം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവിൽ വളരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.